ഒരക്ഷരം മിണ്ടരുതോ? പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് സുഹൃത്തുക്കളെ. ഞാനത് കൊറേ കോവിഡ് വ്യാപനം അതിരൂക്ഷം കറക്റ്റ് ദിവസത്തിലായി അത് കറക്റ്റ് കിട്ടിട്ടോ. എന്തൊക്കെയാണ് ഇതിന്റെ മേലില്ലാത്ത സാധനങ്ങളില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? എന്താ വന്നേ പറയട്ടെ? എന്താ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ വ്ലോഗ്. എനിക്ക് ആ പല്ലിന് ഇപ്പോഴും ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ്. ആദ്യമായിട്ട് ഞാനും ഏട്ടനും കൂടെ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നു. കുറെ മുൻപൊക്കെ ഇങ്ങനെ ചില കഴിഞ്ഞു. കൊറോണയല്ല അതാണ് തുമ്മല്ലോ കഴിഞ്ഞോ? പറയാൻ പറ്റില്ല. ആ തുമ്മണ്ട. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ്. ഞാനും ഏട്ടനും കൂടെ ആദ്യമായിട്ടൊരു ചലഞ്ച് വീഡിയോ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായിട്ടുണ്ട്. പിന്നെ ഇതിൽ അങ്ങനത്തെ അടിക്കാനുള്ളതല്ല, നമ്മള് വെറുതെ ചലഞ്ച് തന്നെ വിസ്പർ ചലഞ്ച് ആണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയാം എന്താന്നുള്ള കാര്യം. അപ്പം എന്തായാലും ഞാൻ കുറെ ദിവസമായിട്ട് പണ്ട് മുതൽ എന്റെ ചില കമന്റ്സിലൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈ ഒരു ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാലും പണ്ടത്തെ കമന്റ്സിലൊക്കെ ചേച്ചി ചലഞ്ച് വീഡിയോ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ഏട്ടൻ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പൊ എന്ത് ചെയ്യും, അത് ഞാൻ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞത്. എന്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടോ, അല്ല ചാൻസ് ഇടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചലഞ്ച് വീഡിയോ ചെയ്യാൻ ഏട്ടൻ വരില്ല. ഏട്ടൻ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ ഞാൻ ഏട്ടനെ കഷ്ടപ്പെട്ട് ഇവിടെ ചലഞ്ച് വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടേ എത്തിയിരിക്കുകയാണ്. കഷ്ടകാലത്തിന് ബാങ്കൊക്കെ ഹോളിഡേ ആയതുകൊണ്ട് ആകെ കുടുങ്ങി. ഏട്ടൻ പറയുന്നുണ്ട്, അയ്യോ ബാങ്ക് ഉണ്ടായാൽ മതിയായിരുന്നു, എന്നെ വീട്ടിൽ പണിയെടുപ്പിക്കുന്നു, എന്നെ കൊണ്ട് ചലഞ്ച് വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്നു, അതൊക്കെ കുടുങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനിയും പുതിയ പുതിയ ചലഞ്ച് വീഡിയോസിൽ ഞാൻ ഏട്ടനെ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഇനി ആകെ 3 ദിവസമേ ബാങ്കുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കണം. എന്താ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ചലഞ്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാല് വിസ്പർ ചലഞ്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഏട്ടൻ സൗണ്ടില് ഏട്ടനും ഞാനും കേട്ടോ. ആദ്യം ഫസ്റ്റ് ഏട്ടൻ നന്നായിട്ട് ചെവിയിൽ നല്ല ഉറക്ക പാട്ട് വെക്കും. ഓക്കെ, ഇയർഫോണിൽ നന്നായിട്ട് സൗണ്ടിൽ പാട്ട് വെക്കും. അപ്പൊ ഞാൻ എന്തായാലും ഒരു വേർഡ് എടുത്തിട്ട് എന്റെ ഇങ്ങനെ പറയും, ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മുടെ ലിപ് മൂവ്മെന്റ്സ് വെച്ചിട്ട് ഏട്ടനത് മനസ്സിലാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇങ്ങോട്ടും ഏട്ടൻ പറയുന്ന സമയത്ത് ഞാൻ നല്ല ഉറക്ക പാട്ട് വെക്കും. അപ്പൊ ഏട്ടന്റെ ചുണ്ടിനെ അടക്കം നോക്കിയിട്ട് ഞാനത് മനസ്സിലാക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ചലഞ്ച് വീഡിയോ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തേ? ഓക്കെ. എളുപ്പമുള്ള വാക്കുകൾ പറയണം. സിമ്പിൾ ആയിട്ടുള്ള പത്രം. ഞാൻ തോറ്റാലും ഞാനായിരിക്കും ജയിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യല്ലേ? ഏട്ടൻ പാട്ട് വെച്ചോ. ഞാൻ എന്തായാലും വേർഡ് കേൾക്കണ്ടേ പറയണം കേട്ടോ. ഞാൻ ഏട്ടന് വേർഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, റെഡി അല്ലേ? ഞാൻ അങ്ങനെ കാണിച്ചെന്ന പാട്ട് വെക്ക് വെച്ചോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ ഏട്ടാ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഏട്ടാ? ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഓയ് പറയുന്ന കേൾക്കുന്നില്ലല്ലോ, പറ്റിക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന വാക്ക് പറഞ്ഞ കേൾക്കോ? ഇതാണ് കേട്ടോ. അത് കാണുന്നില്ലല്ലേ, അതാണ് പ്രശ്നം. എന്താന്ന് വെച്ചാല് ഓവർ ആക്ട് ചെയ്ത് ചളവാക്കല്ലേടാ പുല്ലേ. ഓക്കെ, ഓവർ ആക്ട് ചെയ്ത് ചളവാക്കല്ലേടാ പുല്ലേ, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോണത്. റെഡി കണ്ടു? 5 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുള്ളൂ കേട്ടോ. ഒന്ന്, മനസ്സിലായോ? സൽമാൻ ഖാനെ പോലെയോ? സൽമാൻ ഖാൻ അല്ലേ, ഷാറുഖ് ഖാൻ. എന്തോ പോലെയാണ്. എന്തുപോലെ അല്ലേ? അങ്ങനെയല്ലേ എന്നെ കൺഫ്യൂഷൻ ആക്കില്ലേ? ഇപ്പൊ 4 ലക്ഷത്തെ 10 എനിക്ക് ഓമല തന്നെ 2 പറഞ്ഞു കൊടുക്കാം. ഓവർ ആക്ട് ചെയ്ത് ചളമാക്കല്ലേടാ പുല്ലേ. കിട്ടുന്നില്ല? ഒന്നുകൂടെ പറയട്ടോ, ലാസ്റ്റ് ആൻസർ. ഓവർ ആക്ട് ചെയ്ത് ചളമാക്കല്ലേടാ പുല്ലേ. ഇല്ലല്ലോ, കിട്ടില്ലല്ലോ.
ഇത്ര നീണ്ട വാക്കുകളൊന്നും പാടില്ല. അത് ഒരുപാട് നീണ്ട നാല് വാക്കുകളെ വരുന്നുള്ളൂ. തോറ്റ് ഓഫ് ചെയ്തോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എനിക്ക് വരാൻ വേണ്ടി പോണ്. എടുത്തോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഓവർ ആക്ട് ചെയ്ത് ചളമാക്കല്ലേടാ പുല്ല്. ഒന്നും മനസ്സിലായില്ല. നീ എന്തൊക്കെയാ ഞാൻ കറക്റ്റാണ്. ഓവർ ആക്ട് ചെയ്ത് ചളമാക്കല്ലേടാ പുല്ല്. ഏട്ടാ നമ്മൾ ഇവിടെ സംസാരിക്കണം. വലിയ വേർഡുകളൊക്കെ ഒന്ന് എങ്ങനെ നമുക്ക് ലിപ്പിലൂടെ കിട്ടാൻ പറ്റുക? കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ വേണം. ഞാൻ അങ്ങനെ എന്താ ഞാൻ നേരെ പറഞ്ഞത്. ഓക്കെ എന്തായാലും എനിക്കൊരു പോയിന്റ്. ഇനി നെക്സ്റ്റ് സിമ്പിളാട്ടോ അങ്ങനെ ഒറ്റ കേട്ടോ ഏട്ടാ. എനക്കൊരു പോയിന്റ് അല്ലേ? എനിക്കൊരു പോയിന്റ്. അപ്പൊ കേക്ക് വെച്ചാ കേക്കുണ്ടോ? കേക്കുന്നുണ്ടോ? ഞാനിതാ മൊത്തം കേക്കുന്നുണ്ടോ? എന്താ നിന്റെ പേര്? ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് COVID-19 പ്രോട്ടോകോൾസ് എന്നതാണ്. COVID-19 പ്രോട്ടോകോൾസ്. ഓക്കെ, എക്സ്ക്യൂസ് മീ. പറയട്ടെ? നമ്പർ 1, COVID-19 പ്രോട്ടോകോൾസ് അല്ലേ? അല്ലേ? അപ്പൊ എനിക്കൊരു പോയിന്റ്. വീണ്ടും ഞാൻ തോറ്റിരിക്കുന്നു സുഹൃത്തുക്കൾ. എന്റെ ഒച്ച കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല. സത്യമായിട്ടോ ദൈവത്തിന് കേട്ടില്ല. പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല എത്ര വോയിസ് ഉള്ളതെന്ന്. അതിന് വെച്ചാ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഭയങ്കര ഒച്ചയാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മിക്കവാറും കേൾക്കാറുള്ളൂ. പണ്ടത്തെ വീഡിയോ എടുത്തില്ല എന്റെ അച്ഛൻ മാത്രം കേൾക്കാം. ഏട്ടന്റെ കേൾക്കുകയില്ല. ഇതിപ്പോ ഞാൻ മിക്കവാറും എന്റെ ഭാഗമുള്ളത് കട്ട് ചെയ്തിട്ട് അവിടെ വോയിസ് വരെ കുറയ്ക്കേണ്ടി വരും. റെഡി? അപ്പൊ എനിക്ക് 2 പോയിന്റ്സ് ഏട്ടൻ തോറ്റിരിക്കുന്നു. ഓക്കെ, തോറ്റിട്ടില്ല, തുടങ്ങിയിട്ടില്ലല്ലോ. ശക്തമായി തിരിച്ചു വരും. വന്നാ മതി, കണ്ടാ മതി. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ 2 പോയിന്റ്സ് വേണ്ടി ഞാൻ മുന്നിട്ടിരിക്കുകയാണ്. വെക്ക് പാട്ട് വെക്ക്. ഓക്കെ, നെക്സ്റ്റ് ഏട്ടാ വെക്ക്. കേൾക്കണില്ലല്ലോ? ഇല്ല, ഏട്ടൻ കേൾക്കുന്നില്ല. ഇടയ്ക്ക് എന്താ ലൈറ്റ് പോകുന്നുണ്ടോ? നമ്മളടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഇത് കാണുന്നില്ല അല്ലേ? ഇങ്ങനെ അടുത്ത് വെക്കാം, എന്നാലും കാണണ്ടാവില്ല. അതായത് കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. ഓക്കെ, അടുത്തതാണ് പറഞ്ഞിട്ട് പോകുന്നത് കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. ബോസ് ഇതെന്തിനാണ് എനിക്ക് കേൾക്കുന്നില്ല? ഇങ്ങോട്ടൊക്കെ നീ എന്നൊരു കഥ ചെറുത്താണ്. ചെറുത്താണ്. സൗണ്ട് പറയട്ടെ? ഇതാണ് കേൾക്കുന്നുണ്ടല്ലോ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. ഞാൻ കറക്റ്റാ പറഞ്ഞു. ഒന്നൊന്ന് കാക്കിയിട്ട് ഒന്നുകൂടെ പറയാം. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. അയ്യേ, ഏട്ടന് മനസ്സിലാവുന്നില്ല. വ്യക്തമായി പറഞ്ഞുതരാം. വ്യക്തമായി പറയുക. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഇങ്ങനെ ശ്രദ്ധിക്കുക. ആ പാട്ടിക്ക് പോകാൻ പാടില്ല. എത്ര നേരം പറഞ്ഞിരുന്നേ? ഇനി ഒന്നിട്ടോ. ലാസ്റ്റ് കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. കണ്ണ് ചിമ്മിയിലോ? കുറച്ച് ലാസ്റ്റ് ഒന്നോട്ട് പറഞ്ഞു നോക്കാം. എന്തായാലും ജയിക്കാൻ നമുക്ക് നോക്കാം. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. കണ്ണ് പകുതി ചിമ്മി അല്ല, ചിമ്മി മിന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. വീണ്ടും 3 പോയിന്റ് ഞാൻ മുന്നിട്ടോണ്ടിരിക്കുകയാണ്. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ. ഞാൻ എക്സ്പ്രഷൻ അടക്കം കാണിച്ചു കൊടുത്തു. എന്നിട്ട് വേണ്ട തോറ്റിരിക്കുകയാണ്. നെക്സ്റ്റ് വീണ്ടും ഞാൻ ജയിച്ചു. എനിക്ക് 3 പോയിന്റ്സ്. ഏട്ടന് മുട്ട 0. ഓക്കെ, സങ്കടമുണ്ടോ? ടെൻഷൻ ഉണ്ടോ? എനിക്കോ? എന്നോട് പോലെ കേൾക്കുന്നുണ്ടോ? ഞാൻ പാട്ട് വെച്ചിട്ടില്ല. ഒറ്റ ഞാൻ ക്യാമറ നോക്കിയിട്ടില്ലേ? അടുത്തത് ഞാൻ പറയാൻ പോകുന്ന വാക്ക് ഗ്യാസ് തീർന്നു ട്ടോ. ഗ്യാസ് തീർന്നു ട്ടോ.
കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഫോൺ നോക്കുമ്പോൾ ഇത് കണ്ടു. അപ്പോൾ അതന്നെ അങ്ങോട്ട് പറയാം. ഓക്കെ റെഡി? ഇതിൽ നീ തോറ്റി. നമ്പർ 1 2 3 ലാസ്റ്റ് ടൈംസാ എന്താ എത്ര 5 ഒന്നുകൂടെ പറ റെഡി? കാറ്റോ എന്തെന്ന് അങ്ങനെ മാത്രം കാണിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞോ? കാറ്റ് കാറ്റ് കാറ്റാണോ? അല്ല. കഴിഞ്ഞോ? ഒന്നോടെ പറ. എനിക്ക് മനസ്സിലല്ല. തീർന്നോ? കഴിഞ്ഞു. തീർന്നോ? മുഴുവൻ പറ. എന്ത് കഴിഞ്ഞില്ലേ? എന്താ പറയുന്നത്? കാറ്റ് തീർന്നു. ഗ്യാസ് തീർന്നു. ചേട്ടാ ഇന്നലെ ഗ്യാസ് തീർന്നു. ഞാൻ ഏട്ടോട് പറഞ്ഞാലോ വെച്ചിട്ട് മനസ്സിലാവണില്ല ഗ്യാസ് എന്നുള്ളത്. പിന്നെന്താ ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോ എനിക്ക് കാറ്റ് നോക്കിയാ പറഞ്ഞത് 2-1. ചേട്ടാ ഞാൻ വിചാരിച്ച അങ്ങനെ ആകും പറയാൻ പാടുള്ളത് രസമല്ല. പിന്നെ കണ്ണ് വൈകിട്ട് ചീനി തീനി എന്നൊക്കെ പറയണ്ടേ. ഇനി ഞാനല്ലേ? ശരി. എനിക്ക് 3 പോയിന്റ് ഏട്ടൻ്റെ പോയിന്റ് അല്ലേ? 2-1. സത്യം 3-1. 3-1. ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ റെഡി? നമ്മളടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോണത് പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. അതായത് കാണുന്നുണ്ടോ? ഓക്കെ എന്താ എന്നെ കാണുന്നില്ല, ഡാർക്കാവുന്നു. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. റെഡി? പറയട്ടെ? പാട്ടാണ്. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. മോളത്തെ പെട്ടിയോ? അല്ല, താഴത്തെ പെട്ടി. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. മോളെ അല്ല, മോന്. മോളി മോളില്ല. ഒരാഴ്ചയോ? പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. ഇതിപ്പോ കൊറേ പ്രാവശ്യം ഉണ്ട്. നല്ലോണം സാറാ. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. ഞാൻ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്തിട്ട് മോനെ. കിട്ടണ്ട, എനിക്കിത് മനസ്സിലാവണേ ഇല്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ ശ്രദ്ധിക്കും. റെഡി? പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. ഒരക്ഷരം മിണ്ടരുതോ? ഡയലോഗാ. പോളണ്ടിനെ പറ്റി പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് സുഹൃത്തുക്കളെ. ഞാനത് കൊറേ തവണ പറഞ്ഞത്. ശരിക്കും ഇത് ഗെയിമായിട്ട് കിട്ടാൻ പറ്റില്ല. കാരണം എന്നെ കിട്ടണ രീതിയിൽ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടാ. ഇനി ഇങ്ങനെ പറഞ്ഞില്ല കേട്ടോ. ഏട്ടന് ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് ഇങ്ങനെ പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ മനസ്സിലാവാത്തത്. ഇതിപ്പോ എനിക്ക് 3 പേരുണ്ട്. ഒരു പേജ് മൊത്തം ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ഞാനെങ്ങനെ അത് മനസ്സിലാക്കുക? ഒരറ്റത്ത് തുടങ്ങുമ്പോഴത്തേക്കും അവസാനം പറഞ്ഞ എന്താന്നുള്ള വൃത്തം കിട്ടൂല. ഒറ്റ വീടൊക്കെയല്ലോ. ഇപ്പൊ എനിക്ക് 5 ഏട്ടൻ കണ്ട് അല്ലേ? ഇപ്പൊ എനിക്ക് 5 ഏട്ടൻ കണ്ട. ഏട്ടൻ തുമ്മാൻ പോയി. തുമ്മാൻ. എനിക്ക് 5 വാക്ക് വന്നിട്ടാ. ഓക്കെ നെക്സ്റ്റ്. എത്ര വാക്കായി? 3. 3 വാക്കായി. ഒരാള്. ഇനി 2 വേർഡ്സ്. ഓക്കെ
അപ്പൊ അത് കേട്ടോ, പാട്ട് വെച്ചില്ലേ? പാട്ട് വെച്ചില്ലേ? ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഫുൾ സ്ലീവ് കോട്ടൺ എന്നാണ്. ഫുൾ സ്ലീവ് കോട്ടൺ. ഓക്കെ, മലയാളം തന്നെയാണോ? അല്ല, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണോ? ഫുൾ ഫുൾ സ്ലീവോ? മുഴുവൻ പറ. ഫുൾ സ്ലീവ് ആണോ? ട്രോളിയോ? ട്രോളി? ഫുൾ സ്ലീവ്? എന്താ ഫുൾ സ്ലീവ്? ക്ലോത്തോ? ടോപ്പോ? ക്ലോത്തോ? അതെന്താ ലാസ്റ്റ് വേർഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതങ്ങനെ പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞാ? കോട്ടോ? ഫുൾ സ്ലീവ് ക്ലോത്തിങ്. ഓക്കെ, കഴിഞ്ഞല്ലേ? അപ്പോൾ എന്ത് ശ്രീതു PS തോറ്റിരിക്കുകയാണ്. ഫുൾ സ്ലീവ് പകുതി വരെ എത്തിയില്ല. ഫുൾ സ്ലീവ് ക്ലോത്ത് എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഫുൾ സ്ലീവ് കോട്ടൺ എന്നായിരുന്നു. 3-3 തോറ്റിട്ടില്ല. സമനില. രണ്ട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. മനസ്സിലാവല്ലോ, വ്യക്തതയില്ല. ഞാൻ തോറ്റു കഴിഞ്ഞാലും ഞാൻ ജയിച്ചതായി കണക്കാക്കുന്നു. അയ്യേ, ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല, നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവില്ല. എന്താന്നറിയില്ല. എന്നിട്ടാണ് ഞാൻ 3 പോയിന്റ് വാങ്ങിയത്. കഴിഞ്ഞ ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞു, പക്ഷെ അത് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ഓക്കെ, ഞാനല്ലേ പറഞ്ഞേ. അടുത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോണത് എടാ ദാസ ഏതാ ഈ അലവലാതി. ഓക്കെ, എടാ ദാസ ഏതാ ഈ അലവലാതി. ഏട്ടൻ ഇത് കണ്ടുപിടിക്കണം വിചാരിക്കാം. പറയട്ടെ? നോക്ക്. അയ്യോ, കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് നോക്കി, കണ്ടിട്ടില്ല. ഓക്കെ, കൊണ്ട് നോക്കോ. ഒന്ന് കഴിഞ്ഞോ, കറക്റ്റ് ആണ്. എന്തിനാ പറയുള്ളൂ? ഏതാ ഈ അലവലാതി. 2. നെക്സ്റ്റ്. ഏതാ ദാസ ഏതാ ഈ അലവലാതി. അലവലാതി ഷജീർ. ഓക്കെ, അത് കറക്റ്റ് കിട്ടില്ല. എനിക്ക് പറഞ്ഞാൽ കറക്റ്റ് കിട്ടുന്നല്ലോ. ഏതാ ദാസ ഏതാ ഈ അലവലാതി. അയ്യേ, അപ്പൊ 4 പേര് എനിക്ക് പോകുന്നോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ സമനിലേക്ക്. ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പവർ പ്ലേ ഉള്ളതുപോലെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റെഡി? പാട്ട് വെക്കട്ടെ. അയ്യോ, എന്നെ മനസ്സിലായത് അലവലാതി കേൾപ്പിച്ചാട്ടോ. അതായിട്ട് കിട്ടില്ലായിരുന്നു. സുഹൃത്തുക്കളെ, അപ്പം ഞാൻ പറയാൻ പോകുന്നത് 2 ഡോസ് വാക്സിൻ എന്നതാണ്. 2 ഡോസ് വാക്സിൻ. വാക്സിൻ 2 ഡോസ് വാക്സിൻ. എനിക്ക് മനസ്സിലായി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇനി ചോദിച്ചോ. ഇനി 4-4 ലാസ്റ്റ് ഫൈനൽ ഞങ്ങളെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓർമ്മ കിട്ടില്ല, എന്തേലും എനിക്ക് ഓർമ്മ കിട്ടില്ല. എന്തേലും കമന്റിൽ പറയാം. ഓക്കെ, എത്ര മിനിറ്റ് ആണോ കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കണ്ടേ? ചോദിച്ചോ, ഞാൻ കുടിക്കാം. ലാസ്റ്റത്തെ ഒറ്റ പോയിന്റ് അല്ലേ, നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കോവിഡ് വ്യാപനം
അതിരൂക്ഷം. കോവിഡ് വ്യാപനം അതിരൂക്ഷം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കോവിഡ് വ്യാപനം അതിരൂക്ഷം. കപ്പെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പറയട്ടെ? കോവിഡ് വ്യാപനം അതിരൂക്ഷം. കറക്റ്റ് മനസ്സിലായി. അത് കറക്റ്റ് കിട്ടിട്ടോ. അങ്ങനത്തെ ഈസി കിട്ടില്ല. നമ്മൾ കളിക്ക് കോവിഡ് കറക്റ്റ് കിട്ടുന്നുണ്ട്. എങ്ങനെ മനസ്സിലാവും? ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനോ അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ വ്യക്തമായി ജയിച്ചിരിക്കുകയാണ്. ഈ ഗെയിമിൽ തോറ്റിരിക്കുകയാണ്. ഓക്കെ, ഞാൻ സമ്മതിക്കില്ല. എന്തോ കേട്ടി, ഞാൻ കറക്റ്റാണ്. ദൈവസത്യം, ഞാൻ കള്ളക്കളി കളിച്ചിട്ടില്ല. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് ഞാനാണ്. അതെന്തോ കേട്ടി, തോന്നിട്ട് ജയിച്ചാരാണ് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കള്ളക്കളി കളിച്ചല്ല. ഏട്ടാ സത്യം പറയട്ടെ, കള്ളക്കളി കളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ കള്ളക്കളി കളിച്ചോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. കാര്യം പറയട്ടാ, നേരത്തെ കള്ളക്കളി കളിച്ചിട്ടുണ്ടോ? എന്തായാലും ജയിച്ചതുകൊണ്ട് ഇവിടെ കള്ളക്കളിക്ക് പ്രസക്തി ഇല്ല. സോ നമ്മുടെ ചലഞ്ചിൽ ഈ ചലഞ്ച് ജയിച്ചതിന്റെ വകയായിട്ട് ഏട്ടൻ എനിക്ക് എന്താണ് തരുന്നത്? വെറുതെ തന്നൂടെ? എന്തിനാ ശരിയായിട്ട് സാധനം ഇട്ടല്ലേ? ഓക്കെ, ഇതെന്താ സാനിറ്റൈസർ ഫ്രീ. പിന്നെ എന്തിനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വീടിനുള്ളിൽ സാമൂഹ്യ അകലം പാലിക്കണം എന്നുള്ളതാണ്. പ്രൊമോട്ട് ചെയ്യില്ല, പബ്ലിക്കായിട്ട് കാണുന്നതല്ലേ. എന്ത് ഭാര്യ ഭർത്താവ് പഠിക്കാൻ പാടില്ലേ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഭാര്യ ഭർത്താവ് പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഞാൻ സർക്കുലർ നമുക്ക് എല്ലാവരും വീട്ടിൽ വന്നു നോക്കല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ചലഞ്ച് വീഡിയോ എന്തായാലും തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത എന്തെങ്കിലും ചലഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കൊറോണയൊക്കെ മാറി എല്ലാം പഴയപടിയാവട്ടെ, ബാങ്കുകളൊക്കെ പെട്ടെന്ന് ആവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഏട്ടന് ലീവ് കിട്ടിയുടെ വീട്ടിൽ നിന്നാ പോരല്ലേ? എന്ത് മനസ്സിലായി? ഞാൻ പറഞ്ഞ ഏട്ടന് സന്തോഷമായില്ല. ഏട്ടന് 3 ദിവസമല്ലേ ഉള്ളതെങ്കിലും ഏട്ടന് പോരാ. അയ്യോ എന്തിനാ വീട്ടിലിരിക്കുന്നതെന്ന് ചോദിക്കും. നമ്മളൊക്കെ വീട്ടിലേക്ക്, ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അല്ലാത്ത മനുഷ്യൻ ഭാര്യയിലൂടെ എനിക്ക് താല്പര്യമില്ല. ഇവിടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയില്ല. പീഡനം. അയ്യേ, ഞാൻ അത്രക്കാരിയല്ല. ആ പീഡനമല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ലേ? ഇനി പുതിയ ചലഞ്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. വീണ്ടും വെറുപ്പിക്കാനായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ. റെഡി മതി. ഇനി ഇതിനെ ഊരി വെച്ചോ. ഞാൻ എണീറ്റോട്ടെ. എനിക്ക് സിനിമ കാണാം.